ഹായ് എവരി വൺ. ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ആൻഡ് ഡിസൈൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് എന്താണെന്ന് പറഞ്ഞിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ നോക്കിയാൽ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ഇവിടെ 4 സൈറ്റ് ഉണ്ട്. ഇതാണ് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിൻ്റെ, അതായത് ഈ സൈറ്റിൽ ഇൻഫർമേഷനൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ നോക്കിയാൽ ഈ എല്ലാ സൈറ്റിലെയും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഒരു സിംഗിൾ ലൊക്കേഷനിലേക്കാണ്. സോ സെൻട്രലൈസ്ഡ് ഡാറ്റയിൽ ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യുക ഒരു സിംഗിൾ ലൊക്കേഷനിലാണ്. ദാറ്റ് മീൻസ് all the data is stored in single location. ഇതാണ് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ്. ഇപ്പം നമ്മളിവിടെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക. കോളേജിലെ ആയിട്ടാണ് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് നമ്മൾ എടുത്തത്. അതിലിപ്പം സൈറ്റ് 1, സൈറ്റ് 2, സൈറ്റ് 3, സൈറ്റ് 4 4 സൈറ്റ് ഉണ്ട്. സപ്പോസ് സൈറ്റ്സ് നമുക്ക് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് എടുക്കാം. സോ ഡിപ്പാർട്ട്മെൻറ്റ് കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റ്, ഇംഗ്ലീഷ്, ഇലക്ട്രോണിക്സ്, പിന്നെ കൊമേഴ്സ്, ഇങ്ങനെ 4 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതെല്ലാം സൈറ്റാണ്. സോ ദിസ് ഈസ് സൈറ്റ് 1, സൈറ്റ് 2, സൈറ്റ് 3 ആൻഡ് സൈറ്റ് 4. സോ ഈ 4 ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിലാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പം കുറച്ച് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലെ എടുത്തു എന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ കുറച്ച് ഇൻപുട്സ് കൊടുത്തു. അതായത് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടണം. അതായത് ഈ ഇൻപുട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് ഔട്ട്പുട്ട്. പക്ഷേ ഇവിടെ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിൽ നമ്മളിപ്പോൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ സ്ലോ ആയിരിക്കും. ഔട്ട്പുട്ട് റെസ്പോൺസ് സ്ലോ. ഇതിൻ്റെ വൺ ഓഫ് ഡ്രോബാക്ക് ആണ്. അതിൽ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിൻ്റെ ഡ്രോബാക്ക് ആണിത്. അതുപോലെ തന്നെ വേറൊരു ഡ്രോബാക്കാണ്, ഇപ്പം ഇതിലെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ്ഡ് ഫെയിൽ ആയിക്കഴിഞ്ഞാൽ എൻ്റെ നെറ്റ്വർക്ക് ഫെയിൽഡ് ആവും. സോ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ഫെയിൽഡ്, the entire network fail. സോ ഇത് രണ്ടും സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിന് ഡ്രോബാക്സ് ആണ്. സോ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ്. അതായത് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിൻ്റെ ഡ്രോബാക്സിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ്. സോ ഇതിനു മുൻപ് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് എന്താ പറഞ്ഞത്? സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിൻ്റെ ഡ്രോബാക്കിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ്. ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറാണ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ട്, സൈറ്റ്സ്, ഓരോ സൈറ്റിനും അതിൻ്റേതായ ഡാറ്റാബേസ് സ്റ്റോറേജ് ഉണ്ട്. ഇതിനു മുമ്പ് നമ്മൾ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് നോക്കിക്കഴിഞ്ഞാൽ അതായത് എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്യുക ഒരേ ഒരു ഡാറ്റാബേസിലാണ്. അതായത് എല്ലാ സൈറ്റ്സിൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക ഒരേ ഒരു ഡാറ്റാബേസിലാണ്. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസിൽ ഓരോ സൈറ്റിൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന അതിൻ്റേതായ ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ സെൻട്രലൈസ്ഡിൽ നമ്മൾ സ്റ്റോർ ചെയ്യുക സിംഗിൾ ലൊക്കേഷൻ,
here store all the data is stored in multiple location. So ഇതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ്. ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് 2 ടൈപ്സ് ആണുള്ളത്, ഹോമോജീനിയസ് ഡാറ്റാബേസ് ആൻഡ് ഹെട്രോജീനിയസ് ഡാറ്റാബേസ്. ഹോമോജീനിയസ് ഡാറ്റാബേസ് ആൻഡ് ഹെട്രോജീനിയസ് ഡാറ്റാബേസ്. ഇപ്പോൾ ഹോമോജീനിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സൈറ്റ്സിന് ഇൻക്ലൂഡഡ് ആണ്. ഡിഫറെൻറ്റ് സൈറ്റ്സ് സ്റ്റോർ ഡാറ്റാബേസ് ഐഡൻറ്റിക്കലി. ഹോമോജീനിയസിൽ ഡിഫറെൻറ്റ് ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഡാറ്റാബേസ് ഐഡൻറ്റിക്കലി, അതായത് ഒരേപോലെ ആയിരിക്കും ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുക. ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സൈറ്റ്സ് സ്റ്റോർ ഡാറ്റാബേസ് ഡിഫറെൻ്റ്ലി. സോ ഇതാണ് 2 ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ്, ഹോമോജീനിയസ് ഡാറ്റാബേസ് ആൻഡ് ഹെട്രോജീനിയസ് ഡാറ്റാബേസ്. ഹോമോജീനിയസിൽ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുക ഒരേപോലെ ആയിരിക്കും, പക്ഷേ ഹെട്രോജീനിയസിൽ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുക ഡിഫറെൻ്റ്ലി ആയിരിക്കും. സോ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിനെ കുറിച്ച് പറഞ്ഞു, ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസിനെ കുറിച്ച് പറഞ്ഞു. സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിൽ ഒരു ഇതിൽ മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ ഡാറ്റ, പക്ഷേ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസിൽ ഡാറ്റ മൾട്ടിപ്പിൾ database consider ചെയ്യും. In centralized database, all data is stored and maintained in one place. The central location is a computer or database. All the data is stored in a single location. Distributed database is basically a database that is not limited to one system. It is spread over different sites, that is on multiple computers or over a network of computers. A distributed database is located on various sites that don't share physical components. ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസിൻ്റെ ടൈപ്സ് ആണ്, രണ്ടെണ്ണം ഉണ്ട്, ഹോമോജീനിയസ് ഡാറ്റാബേസും ഹെട്രോജീനിയസ് ഡാറ്റാബേസും. ഹോമോജീനിയസ് ഡാറ്റാബേസിൽ ഡാറ്റാബേസ് ഐഡൻറ്റിക്കലി ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക, ഹെട്രോജീനിയസിൽ ഡിഫറെൻ്റ്ലി ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക. Homogeneous database, all different sites store database identically. The operating system, database management system and the data structures used all are same at all sites. Hence, they are easy to manage. Homogeneous database എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും. ഹെട്രോജീനിയസ് ഡാറ്റാബേസിൽ നമ്മൾ ഡിഫറെൻറ്റ് സൈറ്റിൽ ഡിഫറെൻറ്റ് സ്കീമയാണ് യൂസ് ചെയ്യുന്നത്, സോ പ്രോബ്ലംസ് അറൈസ് ചെയ്യും. ഹോമോജീനിയസും ഹെട്രോജീനിയസിലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അതായത് ഹോമോജീനിയസ് ആണ് ഒന്നും കൂടി ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ, ബട്ട് അതേപോലെയല്ല ഹെട്രോജീനിയസ് ഡാറ്റാബേസ് മാനേജ് ചെയ്യാൻ ടഫാണ്. കാരണം ഹെട്രോജീനിയസിൽ ഡിഫറെൻറ്റ് സൈറ്റ്സിൽ ഡിഫറെൻറ്റ് സ്കീമാണ് യൂസ് ചെയ്യുന്നത്. ഓൾസോ എ പർട്ടിക്കുലർ സൈറ്റ് മൈറ്റ് ബി കംപ്ലീറ്റ്ലി അൺഅവെയർ ഓഫ് ദി അതർ സൈറ്റ്സ്. ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് മേ യൂസ് എ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിഫറെൻറ്റ് ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ. They may even use different data models for the database. Hence, translations are required for different sites to communicate. ഇനി അടുത്തത് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസും ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസും തമ്മിൽ ഡിഫറൻസ് ആണ്. ഇവിടെ നോക്കിയാൽ centralized database, it is database that is stored located as well as maintained at a single location only. Distributed database, it is a database which consists of multiple databases which are connected with each other and are spread across different physical locations. ഓൾറെഡി പറഞ്ഞതാണ്, സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൊക്കേഷനിൽ മാത്രമേ ഡാറ്റ സ്റ്റോർ ചെയ്യുള്ളൂ, പക്ഷേ ഡിസ്ട്രിബ്യൂട്ടഡിൽ അങ്ങനെയല്ല, ഡിഫറെൻറ്റ് ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ ചെയ്യുക. The data access time in case multiple users more in centralized database. The data access time in case of multiple users is less in a distributed database. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, നമ്മളിപ്പം റിസൾട്ട് കിട്ടുന്ന സമയത്ത് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് നമ്മളൊരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി ടൈം എടുക്കും. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസിൽ ടൈം അത്രയും എടുക്കില്ല.
The management, modification and backup of this database is easier. The management, modification and backup of this database is very difficult. Easier as entire data present at the same location as it is spread across different physical location. ഇപ്പോൾ സെൻട്രലൈസ്ഡിൽ നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് മോഡിഫിക്കേഷൻ ബാക്കപ്പ് ഒക്കെ ഈസിയറാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഡിസ്ട്രിബ്യൂട്ടറിൽ ടഫാണ്. കാരണം അതിൽ ഡിഫറെൻറ്റ് സൈറ്റ്സിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡാറ്റാബേസിലാണ്. സോ ടൈം എടുക്കും, ഡിഫിക്കൽട്ടാണ്. ദി ഡാറ്റാബേസ് പ്രൊവൈഡ് എ യൂണിഫോം ആൻഡ് കംപ്ലീറ്റ് വ്യൂ ടു ദി യൂസർ. Distributed database spread across different locations use it is difficult to provide a uniform view to the user. ഇപ്പോൾ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിൽ അതായത് ഒരേപോലെ ആയിരിക്കും ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുക. സോ ഈസിയാണ് വ്യൂ ചെയ്യാൻ വേണ്ടി യൂസേഴ്സിന്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഡിസ്ട്രിബ്യൂട്ടറിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ദി ഡാറ്റാബേസ് ഹാസ് മോർ ഡാറ്റ കൺസിസ്റ്റൻസി ഇൻ കമ്പാരിസൺ ടു ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ്. Distributed database, this database may have some data replication due data consistency is less. Data consistency centralized database more ആണ്. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടറിൽ ഡാറ്റ കൺസിസ്റ്റൻസി കുറവാണ്. The user cannot access database in case database failure occurs. In distributed database, if one database fails, users have access to other databases. ഇപ്പോൾ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ഫെയിൽ ആയിക്കഴിഞ്ഞാൽ എൻ്റെ നെറ്റ്വർക്ക് ഫെയിൽഡ് ആവും. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടറിൽ അങ്ങനെയല്ല. ഡിഫറെൻറ്റ് സൈസിൽ ഡിഫറെൻറ്റ് ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡാറ്റാബേസ് ഫെയിൽ ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഡാറ്റാബേസിനെ അത് അഫക്റ്റ് ചെയ്യൂല. Centralized database is less costly. This database is very expensive. Centralized database കോസ്റ്റ്ലി അല്ല, പക്ഷെ ഡിസ്ട്രിബ്യൂട്ടഡ് എക്സ്പെൻസീവ് ആണ്. ഇവിടെ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിൻ്റെ ഫിഗറാണ്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസിൻ്റെ ഫിഗർ. ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്: ഫാസ്റ്റർ ഡാറ്റ ആക്സസ്, ഫാസ്റ്റർ ഡാറ്റ പ്രോസസ്സിംഗ്, ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഡിസഡ്വാൻറ്റേജ്: complexity of management and control, technologically difficult, lack of standards. So ഇത്രയേ ഉള്ളൂ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ഡിസൈൻ ആണ് പറയുന്നത്. സോ ഇനി പറയാൻ പോകുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ഡിസൈനെ കുറിച്ചാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ഇൻക്ലൂഡ്സ് ഡാറ്റ ഫ്രാഗ്മെൻറ്റേഷൻ, ഡാറ്റ റെപ്ലിക്കേഷൻ ആൻഡ് ഡാറ്റ അലോക്കേഷൻ. ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ഡിസൈൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഡാറ്റ ഫ്രാഗ്മെൻറ്റേഷൻ, ഡാറ്റ റെപ്ലിക്കേഷൻ ആൻഡ് ഡാറ്റ അലോക്കേഷൻ. ഇത് മൂന്നാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഡാറ്റ ഫ്രാഗ്മെൻറ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഒബ്ജക്ട്സിനെ ബ്രേക്ക് ചെയ്യും. അതായത് ബ്രേക്ക് ഒബ്ജക്ട്സ് to a logical unit. Logical unit is called fragments. ഇവിടെ അതായത് സ്റ്റോർ ചെയ്യേണ്ട ഡാറ്റേനെ ലോജിക്കൽ യൂണിറ്റായിട്ട് ബ്രേക്കപ്പ് ചെയ്യും. ഇതിനെയാണ് ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. എന്നിട്ടായിരിക്കും ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. 2 ടൈപ്സ് ഉണ്ട് ഡാറ്റ ഫ്രാഗ്മെൻറ്റേഷൻ. അതിലാദ്യം horizontal fragmentation, പിന്നെ vertical fragmentation. ടു ടൈപ്സ് ഓഫ് ഡാറ്റ ഫ്രാഗ്മെൻറ്റേഷൻ ആണുള്ളത്. അതിൽ ഹൊറിസോണ്ടൽ ഫ്രാഗ്മെൻറ്റേഷനും വെർട്ടിക്കൽ ഫ്രാഗ്മെൻറ്റേഷനും. ഹൊറിസോണ്ടൽ ഫ്രാഗ്മെൻറ്റേഷനിൽ അതായത് റോസിനെ ഡിവൈഡ് ചെയ്യും. ഈച്ച് ഫ്രാഗ്മെൻറ്റ് contains unique rows have the same attribute.
ഇവിടെ ഹൊറിസോണ്ടൽ ഫ്രാഗ്മെൻറ്റേഷനിൽ ഫ്രാഗ്മെൻറ്റ് കണ്ടെയ്ൻസ് യൂണിക് റോസ്, പക്ഷേ സെയിം ആട്രിബ്യൂട്ട് ആയിരിക്കും. പക്ഷേ വെർട്ടിക്കലിൽ ഡിഫറെൻ്റ് ആട്രിബ്യൂട്ട്സിനായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ഈച്ച് ഫ്രാഗ്മെൻറ്റ് contains unique rows have different attributes. സോ ഇതാണ് ഡാറ്റ ഫ്രാഗ്മെൻറ്റേഷൻ. ടു ടൈപ്സ് ഉണ്ട്, ഹൊറിസോണ്ടൽ ഫ്രാഗ്മെൻറ്റേഷനും വെർട്ടിക്കൽ ഫ്രാഗ്മെൻറ്റേഷനും. ഇതിൽ ഹൊറിസോണ്ടൽ ഫ്രാഗ്മെൻറ്റേഷനിൽ ഫ്രാഗ്മെൻറ്റ്സിൽ യൂണിക് റോസ് ആണ്, പക്ഷേ സെയിം ആട്രിബ്യൂട്ട്. പക്ഷേ വെർട്ടിക്കലിൽ യൂണിക് റോസ് വിത്ത് ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ്. ഇത് രണ്ടും കൂടാതെ ഒരു ഫ്രാഗ്മെൻറ്റേഷനും കൂടിയുണ്ട്. അതിനെയാണ് മിക്സഡ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. മിക്സഡ് ഫ്രാഗ്മെൻറ്റേഷൻ അതായത് ഹൊറിസോണ്ടൽ പ്ലസ് വെർട്ടിക്കൽ. അതായത് ആദ്യത്തെ സ്റ്റെപ്പിൽ ഹൊറിസോണ്ടൽ ഫ്രാഗ്മെൻറ്റേഷൻ പെർഫോം ചെയ്യും, എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ വെർട്ടിക്കൽ ഫ്രാഗ്മെൻറ്റേഷനും പെർഫോം ചെയ്യും. ഇതിനെയാണ് മിക്സഡ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. 2 സ്റ്റെപ്പ് പ്രോസസ്സ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഹൊറിസോണ്ടൽ പെർഫോം ചെയ്യും, സെക്കൻഡ് സ്റ്റെപ്പിൽ വെർട്ടിക്കലും പെർഫോം ചെയ്യും. സോ ഇതാണ് മിക്സഡ് ഫ്രാഗ്മെൻറ്റേഷൻ. സോ നെക്സ്റ്റ് പ്രോസസ്സാണ് ഡാറ്റ റെപ്ലിക്കേഷൻ. അതായത് ഇപ്പം നമുക്കിപ്പോൾ ഒറിജിനൽ ഡാറ്റ സ്റ്റോർ ചെയ്യണം. പക്ഷേ ഡാറ്റ റെപ്ലിക്കേഷൻ്റെ കേസിൽ കൺസിഡർ ഓഫ് ഒറിജിനൽ ഡാറ്റ കോപ്പീസ്. ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസിൽ മൾട്ടിപ്പിൾ സൈറ്റ്സ് ആണ് കൺസിഡർ ചെയ്യുക. സോ അതിൽ ഓരോ സൈറ്റിനും ഓരോ ഡാറ്റ ഉണ്ടാവും. സോ ആ ഒറിജിനൽ ഡാറ്റ, ഓരോന്നിൻ്റെ ഒറിജിനൽ ഡാറ്റേൻ്റെ കോപ്പി ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇതിനെയാണ് ഡാറ്റ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഫ്രാഗ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഇതിലും ഡിവൈഡ് ചെയ്യും ഡാറ്റേനെ, എന്നിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇത് ഇപ്പം ഡാറ്റ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡാറ്റാബേസിനെ സ്റ്റോർ ചെയ്യുന്നത് ഫ്രാഗ്മെൻ്റ് ആയിട്ടാണ്. സോ അത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അതായത് ഫുള്ളി റെപ്ലിക്കേറ്റഡ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. അത് 3 ടൈപ്പ് ഉണ്ട്. അതാണ് ഫുള്ളി replicated, partially replicated and unreplicated. How to store data? ഫുള്ളി റെപ്ലിക്കേറ്റഡ്, പാർഷ്യലി റെപ്ലിക്കേറ്റഡ് ആൻഡ് അൺറെപ്ലിക്കേറ്റഡ്. ഇങ്ങനെ 3 ടൈപ്പ് എന്ന രീതിയിലാണ് ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നത്. ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് വണ്ണാണ് ഡാറ്റ അലോക്കേഷൻ. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അതായത് ഏത് ലൊക്കേഷനാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യും. ഇറ്റ് ഇൻവോൾവ്സ് decision of data is stored at what location. സോ ഇവിടെ ഡിസൈഡ് ചെയ്യും ഡാറ്റ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യും. ഇതിപ്പോൾ 3 ടൈപ്പ് ഉണ്ട്. വൺ ഈസ് സെൻട്രലൈസ്ഡ്, പാർട്ടീഷൻഡ് ആൻഡ് replicated. 3 ടൈപ്സ് ആണ്: സെൻട്രലൈസ്ഡ്, പാർട്ടീഷൻഡ്, റെപ്ലിക്കേറ്റഡ്. സെൻട്രലൈസ്ഡിൽ
ഒരു സൈറ്റിൽ മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. പാർട്ടീഷനിൽ ഡിവൈഡഡ് ഇൻ സെവറൽ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സെവറൽ സൈറ്റ്സിലായിരിക്കും സ്റ്റോർ ചെയ്യുക. റിപ്ലിക്കേറ്റഡിൽ കോപ്പി ഓഫ് വൺ ഓർ മോർ ഡാറ്റാബേസ് ഫ്രാഗ്മെൻറ്റ്സ് ആർ സ്റ്റോർഡ് അറ്റ് സെവറൽ സൈറ്റ്സ്. സോ ഇതാണ് ഡാറ്റ അലോക്കേഷൻ. സോ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ഡിസൈനെ കുറിച്ചാണ് പറഞ്ഞത്. ഇൻക്ലൂഡ്സ് ഡാറ്റ ഫ്രാഗ്മെൻറ്റേഷൻ, ഡാറ്റ റെപ്ലിക്കേഷൻ, ഡാറ്റ അലോക്കേഷൻ. ഡാറ്റ ഫ്രാഗ്മെൻറ്റേഷനിൽ ഡാറ്റ ഡിവൈഡ് ചെയ്യും ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട്. 3 ടൈപ്പായിട്ടാണ് ഉള്ളത്: ഹൊറിസോണ്ടൽ ഫ്രാഗ്മെൻറ്റേഷൻ, വെർട്ടിക്കൽ ഫ്രാഗ്മെൻറ്റേഷൻ, പിന്നെ മിക്സഡ് ഫ്രാഗ്മെൻറ്റേഷൻ. ഹൊറിസോണ്ടൽ സെയിം ആട്രിബ്യൂട്ട് റോസ്. വെർട്ടിക്കൽ ഫ്രാഗ്മെൻറ്റേഷനിൽ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് ആണ്. സോ മിക്സഡ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഹൊറിസോണ്ടൽ ഫ്രാഗ്മെൻറ്റേഷൻ പെർഫോം ചെയ്യും, സെക്കൻഡ് സ്റ്റെപ്പിൽ വെർട്ടിക്കൽ ഫ്രാഗ്മെൻറ്റേഷൻ പെർഫോം ചെയ്യും. സോ ഇതാണ് ഡാറ്റ ഫ്രാഗ്മെൻറ്റേഷൻ. സോ നെക്സ്റ്റ് ഡാറ്റ റെപ്ലിക്കേഷനാണ്. ഡാറ്റ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഡാറ്റേൻ്റെ കോപ്പി സ്റ്റോർ ചെയ്യും. അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സൈറ്റിൽ ഓരോ ഡാറ്റാബേസ് ഉണ്ടാവും. ആ ഡാറ്റാബേസിനൊക്കെ ഒറിജിനൽ സ്റ്റോറേജിൻ്റെ കോപ്പി കൺസിഡർ ചെയ്യുന്നതാണ് ഡാറ്റ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഫുള്ളി റെപ്ലിക്കേറ്റഡ് ആവാം, പാർഷ്യലി റെപ്ലിക്കേറ്റഡ് ആവാം, ഓർ അൺറെപ്ലിക്കേറ്റഡ്. ഇങ്ങനെ 3 ആയിട്ടാണ് ഉള്ളത്. Fully replication stores multiple copies of each database fragment at multiple sites. Fully replicated database can be impractical because of the amount of overhead imposed on the system. ഇതിലിപ്പം ഫുള്ളി റെപ്ലിക്കേഷനിൽ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ഡാറ്റാബേസിനെയാണ് കൺസിഡർ ചെയ്യുന്നത് മൾട്ടിപ്പിൾ സൈറ്റ്സിലെ. പക്ഷേ അത് കോംപ്ലിക്കേറ്റഡ് ആണ്. Then next, partial replication stores multiple copies of some database fragments at multiple sites. Most Dbms can handle this type of replication very well. So fully replication കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഇല്ലാത്തതാണ് partial replication. No replication means stores each database fragment at a single site, so no duplication occurs. ചില ഡാറ്റാബേസിൽ കോപ്പീസ് കൺസിഡർ ചെയ്യുന്നില്ല, അതിനാണ് നോ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ഡാറ്റ റെപ്ലിക്കേഷൻ. നെക്സ്റ്റ് ഡാറ്റ അലോക്കേഷൻ. ഡാറ്റ അലോക്കേഷൻ ഡിസൈഡ് ചെയ്യാണ് എവിടെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാണ്. 3 ടൈപ്സ് ആണുള്ളത്: സെൻട്രലൈസ്ഡ്, പാർഷ്യൻഡ് ഓർ റെപ്ലിക്കേറ്റഡ്. സെൻട്രലൈസ്ഡിൽ എൻ്റെ ഡാറ്റാബേസ് ഈസ് സ്റ്റോർഡ് അറ്റ് വൺ സൈറ്റ്, നോ ഡിസ്ട്രിബ്യൂഷൻ ഒക്കേഴ്സ്. ഒരു സൈഡിൽ മാത്രമേ ഡാറ്റാബേസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. പാർട്ടീഷൻഡ് മീൻസ് ഡിവൈഡ് ഇൻ ടു സെവറൽ സെഗ്മെൻറ്റ്സ്. ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സെവറൽ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് പാർട്ടീഷനിൽ. റെപ്ലിക്കേറ്റഡിൽ കോപ്പീസ് ഓഫ് വൺ ഓർ മോർ ഡാറ്റാബേസ് ഫ്രാഗ്മെൻറ്റ്സ് ആർ സ്റ്റോർഡ് അറ്റ് സെവറൽ സൈറ്റ്സ്. കോപ്പീസ് ഡാറ്റാബേസിൻ്റെ ഇൻഫർമേഷൻ സെവറൽ സൈറ്റിലായിട്ട് സ്റ്റോർ ചെയ്തിരിക്കും. സോ ഇതാണ് ഡാറ്റ അലോക്കേഷൻ. സോ ഇത്രയേ ഉള്ളൂ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ഡിസൈൻ. ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ഡിസൈനാണ് ടോപ്പിക്ക്. ഫസ്റ്റ് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് പറഞ്ഞു, പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ടൈപ്സ്, പിന്നെ ഡിഫറൻസ് ആണ് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസും ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസിൻ്റെയും ഡിഫറൻസ്. ദെൻ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ഡിസൈൻ. ഡാറ്റ ഫ്രാഗ്മെൻറ്റേഷൻ, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, മിക്സഡ്, ഡാറ്റ റെപ്ലിക്കേഷൻ ആൻഡ് ഡാറ്റ അലോക്കേഷൻ. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്. സോ താങ്ക് യു.